ഞാൻ കോൺഗ്രസിനോടും പ്രത്യേകിച്ച് ഇന്നലെ സമരമൊക്കെ നയിച്ചിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം, സന്ദീപ് വാര്യർ ഇവരോടൊക്കെ ഞാൻ അവരെ വെല്ലുവിളിക്കുകയാണ്. കേരളത്തിൽ നിങ്ങൾ ഏതാണ്ട് 500 പഞ്ചായത്ത്, ഒട്ടനവധി മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ ഇതെല്ലാം നിങ്ങൾ ഭരിക്കുന്നില്ലേ? ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു നൈപുണ്യ വികസന കേന്ദ്രം, അവരുടെ ഭാവി ജീവിതത്തിന് ഉതകുന്ന വിധത്തിലുള്ള ഒരു പരിശീലനം നൽകുന്ന ഒരു കേന്ദ്രം നിങ്ങൾക്ക് എവിടെയെങ്കിലും തുടങ്ങാൻ സാധിച്ചതായി നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? അപ്പോൾ പാലക്കാട് ഇത്തരത്തിൽ നൂതനമായ പദ്ധതികൾ വരുന്ന സമയത്ത്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ നല്ല ഒരു പദ്ധതി വരുന്ന സമയത്ത് ഇത് എങ്ങനെ മുടക്കാമെന്നുള്ള ഒരു പഠനത്തിലാണ് കോൺഗ്രസ് പാർട്ടിയും രാഹുൽ മാങ്കൂട്ടും. അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ സത്യത്തിൽ ഈ ഭിന്നശേഷി കുടുംബക്കാരോട് മാപ്പ് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടും സന്ദീപ് വാര്യരും ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു ഇതിൽ ഈ പദ്ധതിയുമായിട്ട് പിന്നോക്കം പോകേണ്ട ഒരു ആവശ്യവും ഇപ്പം ഇല്ല. 275 ഭിന്നശേഷി കുടുംബങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പാലക്കാട് നഗരസഭ മുന്നോട്ട് പോകും. ഇപ്പോൾ കോൺഗ്രസും രാഹുലൊക്കെ പറയുന്നത് തങ്ങൾ പദ്ധതിക്കെതിരില്ല, പദ്ധതി വരുന്നതിനോടൊപ്പം നഗരസഭയ്ക്ക് വേണ്ടി എല്ലാം യോജിച്ച് നിൽക്കും, പക്ഷേ ഈ പേരാണ് ഞങ്ങൾക്ക് പ്രശ്നം. പദ്ധതിക്ക് എതിരല്ല എന്ന് പറയുമ്പോൾ എന്തിനാ പിന്നെ അവിടെ ഉദ്ഘാടന ചടങ്ങ് നിങ്ങൾ എന്തിനാ അലങ്കോലമാക്കി? എന്തിനാണ് അവിടുത്തെ ശിലാഫലകം നിങ്ങൾ നശിപ്പിച്ചത്? എന്തിനാണ് നിങ്ങളവിടെ ആ തറക്കല്ലിടുന്ന സമയത്ത് ആ തറക്കല്ലെടുത്ത് ദൂരെ വലിച്ചെറിയുന്നൊരു സാഹചര്യം ഉണ്ടായത്? എന്തിനാണ് അവിടെ വാഴ നട്ടത്? നിങ്ങളുടെ കൗൺസിലർ എന്തുകൊണ്ടാണ് അവിടെ ഒരിക്കലും ഈ സ്ഥലത്ത് ഈ പദ്ധതി വരില്ല എന്ന് മാധ്യമങ്ങളോട് എന്തുകൊണ്ട് പറഞ്ഞു? അത് മാറ്റി പറയാൻ നിങ്ങൾ ഇതുവരെ തയ്യാറായിട്ടുണ്ടോ? നിങ്ങൾ പദ്ധതിക്കെതിരാണ്, നിങ്ങൾ ഇവിടെ വികസനത്തിനെതിരാണ്. പാലക്കാട് നഗരസഭയിൽ എന്ത് വികസനം വന്നാലും എതിർക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ നയം. 2 വർഷം മുമ്പ് ഇവിടെ പാലക്കാട് നഗരത്തിൽ മുഴുവൻ ക്യാമറ വയ്ക്കുന്നൊരു പ്രോജക്റ്റ് വന്നല്ലോ. ആരാ കേസിന് പോയത്? 2 കോൺഗ്രസ് കൗൺസിലർമാരല്ലേ കേസിന് പോയത്? അപ്പോൾ എന്ത് വികസനം വന്നാലും ഇവരെ തടസ്സപ്പെടുത്തുക, BJP വികസനം കൊണ്ടുവരുന്ന സമയത്ത് അത് തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നയം. അത് തർക്കമില്ലല്ലോ, അതിൽ ഒരു പുനർചിന്തനത്തിൻ്റെ ഒരു ആവശ്യവും വന്നിട്ടില്ല. ദയവായിട്ട് നിയമ നടപടിക്ക് ഒരുങ്ങണം, അവർ കോടതിയിൽ പോകണം. ക്യാമറ പ്രോജക്റ്റിൽ എന്താണ് സംഭവിച്ചത് അതേപോലെ തന്നെ ആയിരിക്കും മിക്കവാറും സംഭവിക്കുക. പെട്ടെന്നൊന്ന് പോയിട്ട് ഈ ഒരു കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്യണം എന്നാണ് കോൺഗ്രസിനോട് എനിക്ക് പറയാനുള്ളത്. അതാണ് അതായത് ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് കെട്ടിടം പണി പൂർത്തീകരിച്ച് ആരംഭിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഒരുപക്ഷേ ഇനി കൗൺസിൽ യോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ, പ്രതിഷേധിക്കാൻ കോൺഗ്രസിന് അവകാശമുണ്ട്. പക്ഷേ തീരുമാനമെടുക്കേണ്ടത് അതിൽ ഭൂരിപക്ഷം അംഗങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. അപ്പോൾ കോടതിയിൽ ക്യാമറ പ്രോജക്റ്റിന് കോടതി പോയപ്പോൾ കോടതി എന്താ പറഞ്ഞത്? ഭൂരിപക്ഷം എന്താണോ തീരുമാനിക്കുന്നത് അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകണം എന്നാണ് കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്താ ഇതിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ആവശ്യം ഇത്തരത്തിൽ പാലക്കാട് ഒരു പദ്ധതിയും വരരുത്, പാലക്കാട് നന്നാവാൻ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അജണ്ട. അത് രാഹുൽ മാങ്കൂട്ടമല്ല, ആര് വന്നാലും അത് നടക്കാൻ പോകുന്നില്ല. പാലക്കാട് നരേന്ദ്രമോദി ഈ കഴിഞ്ഞ 10 വർഷത്തിൽ ഏതാണ്ട് 300 കോടി രൂപ പാലക്കാട് നഗരസഭയ്ക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ പദ്ധതിയുമായും പാലക്കാട് നഗരസഭ മുന്നോട്ട് പോകുമെന്ന് യാതൊരു തർക്കവുമില്ല.